പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഈ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +2 കൊമേഴ്സ് ബിസിനസ് സ്റ്റഡീസ് വിഷയത്തിലെ 5ാമത്തെ ചാപ്റ്ററായ അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി BCom സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിലെ 3rd മൊഡ്യൂൾ 3ാമത്തെ മൊഡ്യൂളും അതുപോലെ തന്നെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലെ BCom ക്ലാസ്സുകളിൽ വരുന്ന ബിസിനസ് മാനേജ്മെൻറ്റ് വിഷയത്തിൽ ഉൾപ്പെട്ട ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൽ വരുന്ന സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ആയ സംഘാടന പ്രക്രിയയിലെ വിവിധ സ്റ്റെപ്പുകൾ, ഘട്ടങ്ങൾ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. വർക്കായ ജോലി തിരിച്ചറിയലും അത് വിഭജിക്കലും. The first step in the process of organizing involves identifying and dividing the work to be done in accordance with the predetermined plans. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാനുകൾക്കനുസരിച്ച് അനുസൃതമായി ചെയ്തു തീർക്കേണ്ടതായ വർക്കുകൾ എന്തൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതെല്ലാം വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി വ്യത്യസ്ത വിഭാഗങ്ങളാക്കി വിഭജിക്കുക, ഡിവൈഡ് ചെയ്യുക എന്നുള്ള ആ പ്രക്രിയയാണ് ഓർഗനൈസിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ വർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ the work is divided into manageable activities. അതായത് മാനേജ് ചെയ്യാവുന്ന ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും മാനേജ് ചെയ്യാവുന്ന ആ ഒരു വോള്യത്തിലേക്ക് അത്തരം പ്രവർത്തനങ്ങളായി അതിനെ ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് അപ്രകാരം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ക്യാൻ ബി അവോയ്ഡഡ്. അതായത് ആ വർക്കുമായി ബന്ധപ്പെട്ട ആവർത്തനങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ ദ ബേർഡൻ ഓഫ് വർക്ക് ക്യാൻ ബി ഷെയർഡ് എമംഗ് ദി എംപ്ലോയീസ്. മൊത്തം ജോലിയെ പലതായി വിഭജിച്ച് പലർക്കും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ മൊത്തം വർക്കിൻ്റെ ഭാരം വിവിധ തൊഴിലാളികൾ പലർക്കുമിടയിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. അതായത് ദ ബേർഡൻ ഓഫ് വർക്ക് ക്യാൻ ബി ഷെയർഡ് എമംഗ് ദി എംപ്ലോയീസ്. ആ മൊത്തം ജോലി ഭാരം എംപ്ലോയീസിനിടയിൽ തുല്യമായി ഷെയർ ചെയ്യാനും അത് സഹായിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്, ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ. അത് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കൽ. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ടുഗദർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ സിമിലർ ഇൻ നേച്ചർ ഈസ് കോൾഡ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. അതായത് ഒരേ സ്വഭാവത്തിലുള്ള പ്രവൃത്തികളെല്ലാം ഒരേ ഗ്രൂപ്പാക്കി തിരിക്കുന്നതിന് ഒറ്റ ഗ്രൂപ്പാക്കി തിരിക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഏതൊക്കെ വർക്കുകളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അതിനൊക്കെ പലതായിട്ട് വിഭജിച്ചു. അങ്ങനെ വിഭജിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരേ സ്വഭാവത്തിലുള്ള സിമിലർ നേച്ചറുള്ള വർക്കുകളൊക്കെ ആക്ടിവിറ്റീസിനൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പാക്കി തിരിക്കുക, ഗ്രൂപ്പിംഗ് ടുഗദർ. അതിന് പറഞ്ഞ പേരാണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരേ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കുക, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരേ സ്വഭാവത്തിലുള്ള പ്രവർത്തികൾ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കുന്ന പ്രക്രിയയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഓർഗനൈസിങ്ങിൽ 2ാമത്തെ സ്റ്റെപ്പും ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനാണ്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. അതായത് ഡിപ്പാർട്ട്മെൻറ്റാക്കി തിരിക്കുന്നത് ജോലിയുടെ വൈദഗ്ധ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്നു. ആൻഡ് അതോടൊപ്പം തന്നെ ആ വൈദഗ്ധ്യവൽക്കരണം എന്നുള്ളത് റിസൾട്ട്സ് അത് കൊണ്ടെത്തിക്കുന്നു ഇൻ ഹയർ പ്രൊഡക്ടിവിറ്റി, നല്ല ഉയർന്ന ഉൽപ്പാദനക്ഷമതയിലേക്കും കൊണ്ടെത്തിക്കുന്നു. സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളിൽ കാണപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ്റെ ഉദാഹരണങ്ങളാണ്. ഏരിയ അനുസരിച്ച് വൈഡ് ഏരിയയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മൊത്തം അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മൊത്തം അല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളിലൂടെയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവർ ഓരോ ഏരിയയെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. നോർത്ത് സോൺ, സൗത്ത് സോൺ, വെസ്റ്റ് സോൺ, സെൻട്രൽ സോൺ, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെയിൽവേ ആണല്ലോ, സദേൺ റെയിൽവേ, നോർത്തേൺ റെയിൽവേ, സെൻട്രൽ റെയിൽവേ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ തന്നെ. അപ്പം ബിസിനസ്സിനെ ഏരിയകളായിട്ട് ടെറിട്ടറിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കാം. നോർത്ത് സോണിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ സോൺ അത് കൈകാര്യം ചെയ്യുന്നത് അതുമായി ബന്ധ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റും അതിനൊരു മാനേജറും അതുമായി ബന്ധപ്പെട്ട സുപ്പീരിയർ സബോർഡിനേറ്റ്സുകളും.
അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ഇതാണ്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടെറിട്ടറി. ദാറ്റ് ഈസ് സ്ഥാപനത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെയും പ്രവർത്തന മേഖലകളെയും ആ പ്രവർത്തന ബേർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഏരിയകളായിട്ട് വ്യത്യസ്ത ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കുന്നു ഓൺ ദി ബേസിസ് ഓഫ് ടെറിട്ടറി. അതുപോലെ തന്നെ ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന, മാർക്കറ്റ് ചെയ്യുന്ന, ട്രേഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു സ്ഥാപനം ടെക്സ്റ്റൈൽ ഐറ്റംസും കോസ്മെറ്റിക് ഐറ്റംസും ഈറ്റബിൾ ഐറ്റംസും അതുപോലെ തന്നെ ഫുഡ്വെയർ ഐറ്റംസും എല്ലാം മാർക്കറ്റ് ചെയ്യുന്ന, ട്രേഡ് ചെയ്യുന്ന സ്ഥാപനമാണ് എങ്കിൽ അവർ മൊത്തത്തിൽ അത് മാനേജ് ചെയ്യുന്നതിന് പകരം അതിന് ഓരോന്നിനും, അപ്പോൾ ടെക്സ്റ്റൈൽ ഐറ്റംസും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതെല്ലാം ഒറ്റ ഗ്രൂപ്പും ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്മെറ്റിക് ഐറ്റംസും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പേഴ്സണൽസും എല്ലാം ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ പ്രൊഡക്റ്റ് അനുസരിച്ചും സാധാരണ സ്ഥാപനങ്ങൾ ഇതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഗ്രൂപ്പുകളുമാക്കി തിരിക്കാറുണ്ട്. അതുപോലെ തന്നെ മിക്ക സ്ഥാപനങ്ങളും കാണപ്പെടുന്നതാണ് ഫങ്ഷൻ അനുസരിച്ചും ഡിപ്പാർട്ട്മെൻറ്റാക്കാണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റിൽ, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസുമായി ബന്ധപ്പെട്ടതും ഫൈനാൻസുമായി ബന്ധപ്പെട്ടതൊക്കെ അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾ. അതുതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഇപ്പോൾ ടെറിട്ടറി അനുസരിച്ച് നമ്മൾ നോർത്ത് സോണും സൗത്ത് സോണും ഡിവൈഡ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിലാക്കി. ആ നോർത്ത് സോണിൽ തന്നെ സൗത്ത് സോണിലും ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, നോർത്ത് സോണിൽ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ടെക്സ്റ്റൈൽസ് കോസ്മെറ്റിക്സ് ആയി ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ തിരിച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റൈൽസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടായിരിക്കും. അപ്പോൾ ഒരേ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ പ്രൊഡക്റ്റ് അനുസരിച്ച്, ടെറിട്ടറി അനുസരിച്ച്, ഫങ്ഷൻ അനുസരിച്ചൊക്കെ ഒരേ സ്വഭാവത്തിലുള്ള പ്രവർത്തികളെല്ലാം ഒരൊറ്റ ഗ്രൂപ്പുകളാക്കി തിരിച്ച് മുന്നോട്ട് പോകുന്നതിന് പറയുന്ന, ആ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ഇൻ ദ ഓർഗനൈസിങ് പ്രോസസ്സ്. ഓർഗനൈസിങ് പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രൊസീജിയർ, നടപടിക്രമം അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തീരുമാനിച്ച ശേഷം അതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കൽ. വൺസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവ് ബീൻ ഫോംഡ്, ഈച്ച് ഓഫ് ദം ഈസ് പ്ലേസ്ഡ് അണ്ടർ ചാർജ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ മാനേജർ. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ മൊത്തം പ്രവർത്തനങ്ങളെ ഒരേ സ്വഭാവമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി വിഭജിച്ചതിന് ശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും അതുമായി ബന്ധപ്പെട്ട അറിവും കഴിവും ഒക്കെയുള്ള അനുയോജ്യരായ വ്യക്തികൾക്ക് ചാർജ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവിടെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. വ്യക്തിയാവാം, മാനേജറാവാം. വൺസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവ് ബീൻ ഫോംഡ്, ആ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഫോം ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഈച്ച് ഓഫ് ദം, ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഈസ് പ്ലേസ്ഡ്, അത് പ്ലേസ് ചെയ്യുന്നു അണ്ടർ ചാർജ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ മാനേജർ, ഒരു മാനേജറുടെ ചാർജിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. Then jobs are then allocated to the members of each departments according to their skill and knowledge. അതിനുശേഷം മൊത്തത്തിൽ ഒരു മാനേജറെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഏൽപ്പിച്ചതിന് ശേഷം ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അതിന് പുറമേയുള്ള മറ്റ് ജോലിക്കാർക്ക് അവരുടെ അറിവും കഴിവും അനുസരിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ജോലികളെല്ലാം വിഭജിച്ചു കൊടുക്കുന്നു, ഏൽപ്പിച്ചു കൊടുക്കുന്നു. ജോബ്സ് ആർ ദെൻ അലോക്കേറ്റ്, അതിനുശേഷം ജോലികളെല്ലാം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു ടു ദി മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും മറ്റു മെമ്പർമാർക്ക് അക്കോർഡിംഗ് ടു ദെയർ സ്കിൽ ആൻഡ് നോളജ്, അവരുടെ അറിവും കഴിവും അനുസരിച്ച്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ച ശേഷം ആദ്യം ഒരു വ്യക്തിയേക്ക് അതിൽ ചാർജ് കൊടുക്കുന്നു, ഒരു വ്യക്തിക്ക്, അത് മാനേജറായിരിക്കാം. അതിനുശേഷം അയാൾക്ക് കീഴിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ബാക്കിയുള്ളവർക്ക് അവരുടെ അഭിരുചിയും കഴിവും യോഗ്യത അനുസരിച്ച് ബാക്കി ജോലികളെല്ലാം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അയാൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, അസൈനിങ് ഡ്യൂട്ടീസ് ഓർ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കൽ. മാനേജർക്കും മാനേജർക്ക് കീഴിലുള്ളവർക്കും ആവശ്യമായ അതേ രീതിയിലുള്ള ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദെൻ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഓർഗനൈസിങ് പ്രോസസ്സിലെ നാലാമത്തേതും അവസാനത്തേതുമായ സ്റ്റെപ്പ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, റിപ്പോർട്ടിംഗ് ബന്ധങ്ങൾ സ്ഥാപിക്കുക. ഇതിന് തന്നെ മറ്റൊരു തരത്തിൽ പറയാറുണ്ട്, എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്സ്. എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്, അധികാര ഉത്തരവാദിത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുക.
അതായത് ആദ്യത്തെ 3 സ്റ്റെപ്പുകളും കഴിഞ്ഞാൽ, അതായത് നമ്മളെന്ത് ചെയ്തു, വർക്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ആവശ്യമായ വ്യക്തികളെ നമ്മൾ നിശ്ചയിച്ച് കഴിഞ്ഞു, അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈച്ച് എംപ്ലോയി ഷുഡ് നോ ഫ്രം whom he has to take orders and to whom he is accountable. അതായത് ഓരോ എംപ്ലോയിയും അറിഞ്ഞിരിക്കണം ആരിൽ നിന്നാണ് ഉത്തരവുകൾ ആരിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് എന്നും, ആൻഡ് ടു ഹും ആരോടാണ് താൻ കടപ്പെട്ടിരിക്കുന്നതെന്നും. അക്കൗണ്ടബിൾ ആരോടാണ് താൻ ബാധ്യതപ്പെട്ടിരിക്കുന്നത് അല്ലെ കടപ്പെട്ടിരിക്കുന്നത്, അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ എന്നും ഓരോ എംപ്ലോയിയും അറിഞ്ഞിരിക്കണം. അത്തരത്തിൽ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സച്ച് ക്ലിയർ റിലേഷൻഷിപ്പ് ഹെൽപ്സ്. അത്തരത്തിൽ ഉള്ള ആ ഒരു ബന്ധം, ആരോടാണ് താൻ കടപ്പെട്ടിരിക്കുന്നത്, ആരിൽ നിന്നാണ് തനിക്ക് ഓർഡർ കിട്ടേണ്ടത്, ആ ഒരു അധികാര ഉത്തരവാദിത്ത ബന്ധം അറിഞ്ഞിരിക്കുക എന്നുള്ളത്, ആ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഹെൽപ്സ്, അത് സഹായിക്കുന്നുണ്ട്. ടു ക്രിയേറ്റ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു ഓർഗനൈസേഷൻ ഘടന രൂപീകരിക്കുന്നതിന്, ആര് സുപ്പീരിയർ ആര് സബോർഡിനേറ്റ്, അത്തരത്തിലൊരു ഘടന രൂപീകരിക്കുന്നതിന് അത് സഹായിക്കുന്നു. അത്തരത്തിൽ ഒരു അധികാര ഉത്തരവാദിത്ത ശ്രേണി, ഒരു സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ രൂപീകരിച്ച് കഴിഞ്ഞാൽ വിച്ച് ഇൻ ടേൺ അത് ലീഡ്സ്, അത് നയിക്കുന്നു, കൊണ്ടെത്തിക്കുന്നു ടു ബെറ്റർ കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആ സ്ഥാപനത്തിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലുള്ള ഒരു നല്ല ഏകോപനത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു, സഹായിക്കുന്നു എന്നർത്ഥം. ഇത്രയാണ്, ഈ 4 എണ്ണമാണ് ഓർഗനൈസേഷൻ പ്രോസസ്സ് അല്ലെ ഓർഗനൈസിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട പ്രധാന സ്റ്റെപ്പുകൾ, 4 സ്റ്റെപ്പുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്ങിൻ്റെ പ്രാധാന്യം. ആ ടോപ്പിക്ക് നമുക്ക് അടുത്ത ലക്കത്തിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ, മനസ്സിലായെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലും ഈ വീഡിയോയും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും, കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക.